പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ഒഴിഞ്ഞ പറമ്പുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന തൊടികളിൽ ഒക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു മുൾച്ചെടിയാണ് ഈ കാണുന്നത്. ഇതിനെ ചീമുള്ള്, പൂമുള്ള്, ഊറമുള്ള് എന്നൊക്കെ പറയാറുണ്ട്. മനോഹരമായൊരു സസ്യമാണ്. ഇതിൻ്റെ ഇലകളുടെ വിന്യാസമൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. ഇതതിൻ്റെ മൊട്ടാണ്, പൂവിരിതിനുള്ള പൂക്കളിലുള്ള മൊട്ടാണ്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള പൂക്കുലയാണിത്. മഞ്ഞപ്പൂക്കൾ, ധാരാളം തുമ്പികളും പൂമ്പാറ്റകളൊക്കെ ഇതിന് ചുറ്റും പാറിപ്പടർന്ന് വളരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ മുള്ളുകൾ നല്ല കടുപ്പമുള്ളതാണ്. കൂമ്പ്, അതായത് തിരിയെ നമ്മൾ പറയുന്ന അതിൻ്റെ തളിര് രുചികരമായ ഒരു ഭക്ഷ്യവസ്തുവാണ്. പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് പൊട്ടിച്ച് കഴിക്കുന്നത് ഒരു ശീലമായിരുന്നു. ചെറിയ പുളിപ്പോട് കൂടിയിട്ടുള്ള ഒരുതരം നല്ല രുചിയാണ്. ഇത് ഇന്ന് ഞാൻ ശേഖരിക്കുന്നത് ആർക്കും ഉപകാരമില്ലാത്ത ഈ മുള്ളിൻ്റെ തളിര് ഞാൻ ശേഖരിക്കുന്നത് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തളിരും ഇതിൻ്റെ പൂക്കളും ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നമുക്ക് സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്നത് പോലെ നല്ല രുചികരമായൊരു ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇനി നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടത് ഒരു കഷ്ണം മാങ്ങയിഞ്ചിയാണ്. നമ്മുടെ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ വളർത്തി കഴിഞ്ഞാൽ അത് അതിൻ്റെ തണ്ട് ഒക്കെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ കാണ്ട ഇങ്ങനെ പുറത്തേക്ക് നീക്കും. നമുക്കൊരു ചെറിയ കഷ്ണം മാങ്ങയിഞ്ചി നമുക്ക് പൊടിച്ചെടുക്കാം. ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ തളിരില, അതുപോലെ തേങ്ങ, ചെറിയ ഉള്ളി, മാങ്ങ, ഇഞ്ചി, കുറച്ചൊരു പുളി അതിനുണ്ടെങ്കിൽ പോലും കുറച്ച് പുളി, നമ്മുടെ നാടൻ പുളി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായിരിക്കുകയാണ്. ആഹാ, ഇങ്ങനെ രുചികരമായ പൂമുള്ള് ചമ്മന്തി.